പിന്നണി ഗാനരംഗത്തെ വിസ്മയം. പ്രശസ്ത പിന്നണി ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. മുംബൈയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. കഴിഞ്ഞ ദിവസം ആശാ ഭോസ്ലെയെ ഹൃദയസ്തംഭനത്തെ തുടർന്ന് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംസ്കാരം നാളെ വൈകിട്ട് 4-ന് മുംബൈയിലെ ശിവാജി പാർക്കിൽ നടക്കും. നെഞ്ചിൽ അണുബാധയുണ്ടായി അവശയായതാണെന്ന് കുടുംബം വ്യക്തമാക്കിയിരുന്നു. വിഖ്യാത ഗായിക ലതാ മങ്കേഷ്കറുടെ സഹോദരി കൂടിയാണ് ആശാ ഭോസ്ലെ. ഗ്രാമിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരി കൂടിയാണ് ആശാ ഭോസ്ലെ. 2000-ൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും 2008-ൽ പത്മവിഭൂഷണും നൽകി രാജ്യം അഭിമാന ഗായികയെ ആദരിച്ചു. 20 ഭാഷകളിലായി 10,000-ലധികം പാട്ടുകൾ പാടിയ ആശ ഏറ്റവും അധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ഗായിക കൂടിയാണ്. ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിന്റെ ഇളയ സഹോദരിയായി 1933-ൽ സാഗ്ലിയിലെ സംഗീത കുടുംബത്തിലായിരുന്നു ആശാ ഭോസ്ലെയുടെ ജനനം. 1943-ലാണ് ആശയുടെ ഗാനം ആദ്യമായി റെക്കോർഡ് ചെയ്തത്. മറാഠി നാടകവേദിയിലെ നടനും ഗായകനുമായിരുന്ന ദീനാനാഥ് മങ്കേഷ്കറുടെയും ശുദ്ധമാതിയുടെയും മകളായി മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ആശ ജനിച്ചത്. ലതാ മങ്കേഷ്കർ, ഹൃദയനാഥ് മങ്കേഷ്കർ, ഉഷ മങ്കേഷ്കർ, മീന മങ്കേഷ്കർ എന്നിവരാണ് സഹോദരങ്ങൾ. ദീനാനാഥ് മങ്കേഷ്കറിന്റെ പുത്രിമാരായ ആശയും ലതയും അച്ഛന്റെ ശിക്ഷണത്തിലായിരുന്നു സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പഠിച്ചത്. ആശയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. സഹോദരി ലതയെ പിന്തുടർന്നാണ് ആശ പിന്നണി ഗാനരംഗത്തെത്തിയത്. 1943-ൽ മജാബാൽ എന്ന മറാഠി ചിത്രത്തിലെ ചല ചല നവ്ബാല എന്ന ഗാനം പാടിക്കൊണ്ട് പിന്നണി ഗാനരംഗത്ത് അരങ്ങേറി. ഹിന്ദിയിൽ 1945-ൽ ബഡീമ എന്ന ചിത്രത്തിലാണ് ആശ ആദ്യമായി പാടിയതെങ്കിലും 1948-ൽ റിലീസായ ചുനാരിയാണ് ഗായികയുടെ ആദ്യ ചിത്രമായി അറിയപ്പെടുന്നത്. 1948-ൽ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച ആശ 1949-ൽ രാത് കി റാണിയിൽ ആദ്യ സോളോ ഗാനം പാടി. ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും മികച്ച ഡാൻസ് നമ്പറുകൾ പാടിയ അവർ ഇന്ത്യൻ സിനിമാ സംഗീതത്തിന് പുതുഭാവുകത്വമേകിയ ഗായികയായി മാറി. ഗസലുകളും കവാലികളും അനർകളും ഒഴുകിയ ആ ശബ്ദമാധുര്യത്തിൽ ഫാസ്റ്റ് നമ്പറുകളിലൂടെയും ഇന്ത്യൻ സിനിമയിലെ സംഗീത ലോകത്തെ ത്രസിപ്പിച്ചു. പോപ്പ്, കാബറെ, റോക്ക്, ഡിസ്കോ, ഗസൽ, ക്ലാസിക്കൽ അങ്ങനെ എല്ലാത്തരം ഗാനങ്ങളും പാടാൻ കഴിവുള്ള ഒരു ഗായികയാണ് താനെന്ന് ആശാ ബർമൻ ഗാനങ്ങളിലൂടെ തെളിയിച്ചു. 1990-കളിൽ സിനിമയിൽ നിന്ന് പതിയെ പിൻവാങ്ങിയ ആശയെ AR റഹ്മാനാണ് തിരിച്ചു കൊണ്ടുവന്നത്. 1995-ൽ പുറത്തിറങ്ങിയ രംഗീല എന്ന ചിത്രത്തിൽ ഊർമിള മണ്ഡോദ്കറിന് വേണ്ടി പാടിയ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളായി മാറി. ഡാൻസ് നമ്പറുകൾ 90-കളിലെ പുത്തൻ ട്രെൻഡായി മാറുകയും ചെയ്തു. പുതുതലമുറയുടെ ആവശ്യമായി മാറിയ ആ ഗാനങ്ങൾ തന്റെ 60-കളിലാണ് ആശ ഭോസ്ലെ ആലപിച്ചത്. പ്രായം ശബ്ദത്തെ ബാധിക്കാതെ ആശ തന്റെ 90-കളിൽ എത്തുമ്പോഴും പാടി തുടർന്നുകൊണ്ടിരുന്നു. 1949-ൽ തന്റെ 16-ാം വയസ്സിൽ കുടുംബത്തിന്റെ എതിർപ്പുകളെ അവഗണിച്ച് 31 വയസ്സുള്ള ഗണപതിറാവു ഭോസ്ലെ വിവാഹം കഴിച്ചതടക്കം ആശയുടെ ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങൾ ജീവിത പോരാട്ടങ്ങളായി മാറി. ആ വിവാഹം ഒരു പരാജയമായിരുന്നു. 1956-ൽ OP നയ്യാറിന്റെ സംഗീത സംവിധാനത്തിന് കീഴിൽ CID എന്ന ചിത്രത്തിൽ പാടിയതാണ് ആശയുടെ സംഗീത ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവായത്. പിന്നീട് 1974-ൽ വഴി പിരിയുന്നതുവരെ ഈ സംഗീത ജോഡി നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചു. 1966-ൽ പുറത്തിറങ്ങിയ തീസ്രി മനസ്സിൽ പാടിക്കൊണ്ടായിരുന്നു ആശാ ഭോസ്ലെ RD ബർമൻ കൂട്ടുകെട്ടിന്റെ തുടക്കം. പിന്നീട് RD ബർമന്റെ പ്രിയപ്പെട്ട ഗായികയായി ആശ മാറി. RD ബർമനോടൊപ്പമുള്ള ചുരാലിയ ഹെ തുമ്നെ ജോ ദിൽകോ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികൾക്കിടയിൽ സുപരിചിതമാണ്. ആ കൂട്ടുകെട്ട് വിവാഹം വരെ എത്തി. 1980-ലാണ് പ്രശസ്ത സംഗീത സംവിധായകനായ RD ബർമനെ ആശ വിവാഹം കഴിച്ചത്. മലയാളത്തിലും ആശ പാടിയിട്ടുണ്ട്. രവീന്ദ്ര ജെയിനിന്റെ സംഗീതത്തിൽ സുജാത എന്ന ചിത്രത്തിലെ സ്വയംവരം ശുഭദിന മംഗളങ്ങൾ എന്ന ഗാനം ആലപിച്ചത് ആശാ ഭോസ്ലെയാണ്. തന്റെ 92-ാം വയസ്സിൽ കാലയവനയ്ക്ക് പിന്നിലേക്ക് മറയുമ്പോൾ ആശാ ഭോസ്ലെ 8 പതിറ്റാണ്ട് നീണ്ട സംഗീത ലോകത്തു നിന്നാണ് വിടവാങ്ങുന്നത്. ഒരിക്കലും മറക്കാനാവാത്ത ഒത്തിരി ഗാനങ്ങൾ ലോകത്തിന് നൽകി ഒട്ടനവധി റെക്കോർഡുകൾ തന്റെ പേരിലാക്കിയാണ് ആശയുടെ മടക്കം. ഏറ്റവും അധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ഗായിക എന്നതോടൊപ്പം തന്നെ ഗാനങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും ഗിന്നസ് റെക്കോർഡ് വരെ ആശയുടെ പേരിലുണ്ട്. 2011-ൽ ഏഷ്യൻ അവാർഡിൽ സംഗീത ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്ത കലാകാരിയായി ഭോസ്ലെയെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. 1947 മുതൽ 11,000-ലധികം സോളോ, ഡ്യുവറ്റ്, കോറസ് ഗാനങ്ങൾ 20-ലധികം ഇന്ത്യൻ ഭാഷകളിൽ റെക്കോർഡ് ചെയ്തതിന് ഏറ്റവും കൂടുതൽ സ്റ്റുഡിയോ റെക്കോർഡിംഗുകൾ എന്നതിന് സെബാസ്റ്റ്യൻ കോയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ഏറ്റവും കൂടുതൽ കാലം സജീവമായി നിന്ന ഗായിക എന്നതും പിന്നണി ഗാനരംഗത്ത് ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഉയരത്തിലേക്ക് അവരെ എത്തിക്കുന്നു. ഗ്രാമി അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരിയും ആശ തന്നെയായിരുന്നു.
2 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം, 2000-ൽ ഇന്ത്യൻ സിനിമാ രംഗത്തെ ഏറ്റവും അഭിമാനകരമായ നേട്ടമായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും ആശാ ഭോസ്ലെ തേടിയെത്തിയിരുന്നു. 2008-ൽ പത്മവിഭൂഷണം നൽകി രാജ്യം അവരെ ആദരിച്ചു. ബംഗാളിലെ പരമോന്നത ബഹുമതിയായ ബംഗ വിഭൂഷൺ പുരസ്കാരവും ആശാ ഭോസ്ലെ തേടിയെത്തി.